പായസം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് പായസം ഉണ്ടോ? നമ്മൾ ചേച്ചി പായസം ഉണ്ടാക്കി തന്നു. അപ്പൊ പഴം അവിടെ കൊണ്ടുവച്ചു. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, പൊളിച്ചിട്ട് പായസത്തിൽ ഇവരിങ്ങനെ പൊക്കി പറയുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണെന്ന്. ഒരിക്കലുമല്ല, അവരവരുടെ ഇഷ്ടത്തിന് പറയുന്നതാണ് ഗൈസ്. ഞാനൊന്ന് ഔട്ടിങ്ങിന് പോയിട്ട് വരാം, പുറത്ത് പോയിട്ട് വന്നിട്ട് ഇതാക്കാട്ടോ. കിട്ടിയോ? അത് പച്ചയാ, പഴുത്തത് കിട്ടിയോ? ഇവിടെ ഇങ്ങനെ നിന്നാൽ ശരിയാവത്തില്ല. ബസ് വരാൻ സമയമായി ഗൈസ്. ബസ് വന്നു. ബസ്സിൽ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു, വിൻഡോ സീറ്റും. പിന്നെ അത് നിങ്ങളെ കേൾപ്പിക്കണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പിന്നെ അത് നിങ്ങളെ കേൾപ്പിക്കാൻ നിൽക്കണില്ല ഗൈസ്. ഇതെൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി. ഇതിപ്പോൾ എവിടെയാണ്? ഇതേത് സ്ഥലം? അയ്യോ, അത് ഞങ്ങളൊരു ടൈലറിങ് ഷോപ്പിൽ കയറിയതായിരുന്നു. അങ്ങനെ ഞം കഴിച്ച് ഞങ്ങൾ റോഡ് നീളെ നടന്ന് വിശപ്പ് തുടങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. എനിക്ക് കുഴിമന്തി അത്ര താല്പര്യമില്ല, അവർക്ക് മന്തി മതി. ഞാനൊരു ബിരിയാണി പറഞ്ഞു. ഒന്നെനിക്ക് പോകത്തില്ല. ഞാൻ എപ്പോഴും ഹാഫാണ് കഴിക്കാറ്. വെറുതെ എന്തിനാണ് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്. ഇത് വയനാട്ടിലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഒരു ഇതാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നോക്കി ഇരിക്കുവാണ് ഞങ്ങൾ. ഫുഡ് വരണമല്ലോ, ഫുഡ് വന്നില്ല. പ്ലേറ്റും പിടിച്ചിരിക്കുവാണ്, വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ക്ഷമ നശിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ ചുറ്റുവട്ടം ഒന്ന് നിരീക്ഷിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ എൻ്റെ ഹാഫ് ബിരിയാണി വന്നു, അവരുടെ മന്തി വന്നിട്ടില്ല. കാത്തിരുന്ന് മന്തി വന്നാലും ഇതാണ് അവസ്ഥ, ഫോട്ടോ എടുക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ വിളമ്പി കഴിക്കുവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഞങ്ങൾ മെയിനായിട്ടും വന്ന കാര്യത്തിലോട്ട് കടക്കുകയാണ്. മെയിനായിട്ടും വന്നത് അവൾക്ക് ഒരു സ്കൂട്ടി എടുക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഷോറൂമിൽ കയറി, ഹോണ്ടേൻ്റെ ഷോറൂമിലാണ് കയറിയത്. അങ്ങനെ അവിടുന്ന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തന്നെയായിരുന്നു. പക്ഷേ ഒരു സംഭവം എടുക്കാൻ വിട്ടുപോയി. പാൻ കാർഡും എന്തുകൊണ്ടൊക്കെയോ ഇല്ലായിരുന്നു. എന്തൊക്കെയോ ചെറിയ ഇത് കാരണം അതൊരു ജസ്റ്റ് പെൻഡിങ് വന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുമ്പോൾ സേഫായിട്ട് എടുക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഗൈസ്. ഇതുപോലെയുള്ള ഓരോ നേരം പോക്കുകൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ.